ഹായ്, എല്ലാവർക്കും ഹാപ്പി വിഷു ദിനാശംസകൾ. അപ്പം രാവിലെ കണിയൊക്കെ കണ്ടു. ഇനി അടുക്കളയിൽ കുറച്ച് പരിപാടിയുണ്ട്. രാവിലത്തെ കാപ്പിക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോകണം. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ കിട്ടിയ പോലീസുകാരനാണ് ഫേമസ് ആയിപ്പോ. അയാൾ പറഞ്ഞു ഞാൻ വരും, വീഡിയോയിൽ ഒരു ദിവസം വരും, പണി അടിച്ചപ്പോഴാണ് ആദ്യം അങ്ങനെ പോലീസുകാർക്ക് അനുവാദമില്ല. പോലീസുകാർ പറഞ്ഞതുപോലെ തന്നെ ജലദോഷം. ഇതാണോ മുളകാണ്? ആ പഴയ മുളക് കുറഞ്ഞില്ല. ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് കണിയൊക്കെ കണ്ടേ. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു. കണിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുക്കളയിൽ കയറിയത്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് കയറി. ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് കയറി പെട്ടെന്നങ്ങ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച കാപ്പിക്ക്. അപ്പം ഉച്ചക്കത്തേക്കുള്ളതൊന്നും ഉണ്ടാക്കുന്നില്ലേ, കാരണം ഞങ്ങൾ അമ്മയുടെയൊക്കെ അടുത്തോട്ടാണ് പോവുക. അത് കാരണം രാവിലത്തെ എല്ലാം ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടെ കയറാമെന്ന് ഓർത്ത് അങ്ങനെ കയറിയതാണ്. അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതുപോലെ വെച്ചിരുന്നേ ഇന്നലെ. അപ്പോൾ ഒന്നും എടുത്ത് വിടാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ തട്ടിയിട്ട് പച്ചമുളകൊക്കെ വേറെ സെപ്പറേറ്റ് ആക്കി ഞാൻ ആ പച്ചമുളകിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് എടുത്ത് വെക്കുവേ. അപ്പം പെട്ടെന്ന് ചീത്തയാവത്തില്ല. അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ പുള്ളി ഒന്ന് എനിക്ക് വൃത്തിയാക്കി തരുവാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്ന് കുറേശ്ശെ പണിയൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനൊരു എന്തോ ഒരു വയ്യാഴിക പോലെ, അവനൊരു മൂഡേ ഇല്ല. രാവിലെ എഴുന്നേറ്റിട്ടൊന്നും ഒരു ഇതില്ല. അങ്ങനെ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഞങ്ങൾ അരിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരാൾ ചെത്തി വൃത്തിയാക്കി തന്നു, ബാക്കി കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിനകത്തോട്ട് കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് പരിപ്പും കഴുകി അതിനകത്തിട്ട് തന്നെയാണ് ഞാൻ വേവിക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് വേവിച്ച് പരിപ്പ് വേവിച്ചു, പിന്നെ കഷ്ണങ്ങൾ വേറെ ആക്കി ഞാൻ അങ്ങനെയൊന്നും നിൽക്കത്തില്ല. ഞാൻ മൊത്തവും കൂടെ അതിനകത്ത് തന്നെ ഇട്ട് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി അതിനകത്തിട്ട് ലാസ്റ്റ് കടുക് താളിച്ചെടുക്കത്തേ ഉള്ളേ. സാമ്പാർ പൊടിയും ലാസ്റ്റ് ഇടത്തേ ഉള്ളൂ. ലാസ്റ്റ് ഇട്ട് കടുക് താളിച്ചെടുക്കും. ഞാൻ അതിനകത്തോട്ട് സാമ്പാർ കഷ്ണത്തിനകത്തോട്ട് 2-3 വെളുത്തുള്ളി 2-3 അല്ലിയും കൂടെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് പരിപ്പും കൂടെ കഴുകി അതിനകത്തിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടാക്കി അതിനകത്തിട്ട് കായവും കൂടെ ഇട്ട് വയ്ക്കുവേ. അപ്പം അതൊക്കെ വെച്ചിട്ട് വേണം അമ്പലത്തിൽ പോയി. ഇപ്പം തന്നെ കുറേ വൈകി. നമുക്ക് എന്താ പറയുക, ആദ്യമേ അയ്യപ്പനമ്പലത്തിൽ വേണം പോകാൻ. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വന്നിട്ട് വേണം അമ്മയുടെയൊക്കെ അങ്ങോട്ട് പോകാൻ. അപ്പം എന്താ പറയുക, ഇന്നലെയൊക്കെ ഒരുപാട് വൈകിയാണ് കിടന്നത്. കാരണം കണി വയ്ക്കുകയും പിന്നെന്താ പറയുക, അതിന് മുമ്പേ തൂത്തുവാരലും വൃത്തിയാക്കലും ഒക്കെ ആയിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് വൈകി ഉറങ്ങാനൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പം എന്താ പറയുക, അപ്പം നാട്ടിലൊക്കെ എല്ലാവരും ഈ സമയത്ത് ഇപ്പം വിഷു ആയതുകൊണ്ട് എല്ലാവരും നല്ല ആഘോഷമൊക്കെ ആയിരിക്കും. എല്ലാം രാവിലെ എഴുന്നേറ്റു
എല്ലാവരും അമ്പലത്തിൽ പോക്കും അതിൻ്റെയൊക്കെ തിരക്കായിരിക്കുമല്ലേ. നമ്മൾ എല്ലാ വർഷവും നമ്മുടെ വിഷു ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലാ വർഷവും മിക്ക ദിവസവും ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞാണ് അമ്മയുടെയൊക്കെ അടുത്തോട്ട് പോകുന്നത്. ഇപ്രാവശ്യം നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. കാരണം രണ്ടിടത്തും കൂടെ ഇത് ആവണ്ടല്ലോ. അവിടെ അമ്മ ഊണൊക്കെ തയ്യാറാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങോട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. വെറുതെ വെച്ച് കളയണ്ടല്ലോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇവിടെയും വെക്കാറുണ്ട്. രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണോ അതിനകത്ത് ചേനയിട്ട അന്നേരം തൊട്ട് ചേന ചെത്തിയപ്പോൾ തൊട്ട് കൊണ്ട് കൈ ചൊറിയുന്നുണ്ട് നന്നായിട്ട്. അപ്പം മാവൊക്കെ ഏകദേശം നല്ലതുപോലെ പുളിച്ച് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് ഇളക്കി ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ നമുക്ക് ഒരുവിധം ആക്കി വെച്ചിട്ട് പോയാൽ വന്ന് കഴിച്ചാൽ മതിയല്ലോ. പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റാവും. കാരണം അവിടെയൊക്കെ ഇന്ന് വിഷു ആയതുകൊണ്ട് എല്ലാവരെയും കാണുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് വൈകും. അന്നേരം വന്നിട്ട് കഴിക്കാനുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും വിശന്നൊരു പരുവമാവും. അപ്പം ഞാൻ ഇഡ്ഡലിയൊക്കെ അടപ്പേ വെക്കട്ടെ. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി റെഡിയായി ഇറങ്ങിയേ ഞങ്ങൾ. അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോവുകയാണേ. അങ്ങനെ അമ്പലത്തിലെത്തി. അമ്പലത്തിലെ കണിയാണ് ഇത്. അമ്പലത്തിലെ കണി വെച്ചതാണ്. അപ്പം അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങി എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിറങ്ങി. അങ്ങനെ അവിടെ നമ്മൾ പതിയെ ഇറങ്ങി നേരെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്നേ. വിഷുവായിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്നില്ലെങ്കിൽ അത് മോശമല്ലേ. അങ്ങനെ നമ്മൾ അവിടെ വന്നു, കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്നു. ഇവിടെ രാവിലെ നല്ല തിരക്കാണ്. രാവിലെ ആണെങ്കിലും വൈകിട്ടും ഒക്കെ നല്ല തിരക്കാണ്. അങ്ങനെ ഈ അമ്പലത്തിലും കൂടെ കയറി തൊഴുതിട്ട് നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ അമ്മയുടെ അടുത്തോട്ട് പോവുകയാണേ. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളേ.